ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. അപ്പോൾ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കേട്ടിട്ട് എല്ലാ കാറ്റഗറിക്കാർക്കും സൈക്കോളജിയിൽ എന്നും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഡിഫൻസ് മെക്കാനിസം. സോ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ദെൻ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ് നമ്മളിന്ന് റിവിഷൻ പോലെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ദെൻ അതിനുശേഷം നമ്മൾ ലേണിംഗ് കർവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇത് എല്ലാ കാറ്റഗറിക്കാർക്കും യൂസ്ഫുൾ ആവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ നോട്ട്സ് എന്ന രീതിയിൽ ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രിപ്പയർ ചെയ്ത് നമ്മൾ PPT റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഡിഫൻസ് മെക്കാനിസം റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാതെ ഇരിക്കത്തില്ല, ഉറപ്പായിട്ടും ചോദിക്കുന്നൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് 1 മാർക്ക് നേടിത്തരുന്ന 1 or 2 മാർക്കൊക്കെ നേടിത്തരുന്ന ഒരു ടോപ്പിക്കാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം K3-ലൊക്കെ 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചത്. എന്തായാലും 1 മാർക്ക് മിനിമം 1 മാർക്ക് ഉറപ്പാണ്. ദെൻ എത്ര 2-3 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം. സമായോജന ക്രിയാതന്ത്രങ്ങൾ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്നോ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്നൊക്കെ നമുക്ക് പറയാം. ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. മോഹഭംഗങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളെയാണ് പൊതുവെ പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ സമായോജന തന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ മാനസിക സംഘർഷങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തന്ത്രങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സമായോജന തന്ത്രങ്ങൾ എന്നോ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറ്. ഇത്തരം തന്ത്രങ്ങളിലൂടെ എന്താ നടക്കുന്നത്? മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കാനോ നമ്മുടെ മാനസിക സംഘർഷങ്ങളെ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ കഴിയും. അതുവഴി നമ്മുടെ മാനസികമായിട്ട് സ്വസ്ഥം വീണ്ടെടുക്കാൻ സാധിക്കുന്നു. ഓരോ വ്യക്തിയും വ്യക്തിത്വ തുലനം നിലനിർത്താൻ വേണ്ടിയിട്ട് സ്വന്തം തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ആ ഒരു ഡെഫിനേഷൻ നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇങ്ങനെയാണ് വരിക: എ മെക്കാനിസം ഡിസൈൻ ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് കോൺഫ്ലിക്റ്റ് കോസ്ഡ് ബൈ സ്പെസിഫിക് എക്സ്പീരിയൻസ്. നമ്മുടെ സ്പെസിഫിക് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സ്ട്രെസ്സും ഒരു കോൺഫ്ലിക്റ്റ് എല്ലാം അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ആ ഒരു നമ്മുടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കോൺഫ്ലിക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, എ മെക്കാനിസം ഡിസൈൻ ടു റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് കോൺഫ്ലിക്റ്റ്. ഒരു സ്പെസിഫിക് എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സും കോൺഫ്ലിക്റ്റ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ക്ലിയർ ആയി? ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തി ഓർക്കുക, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇസ് ദ പേഴ്സൺ ഹു ഫസ്റ്റ് ഐഡൻറ്റിഫൈഡ് ഡിഫൻസ് മെക്കാനിസം ആസ് എ വേ ഓഫ് പ്രൊട്ടക്റ്റിംഗ് അഗെയിൻസ്റ്റ് ആങ്സൈറ്റി. ഇത് പറഞ്ഞ പോലെ ആങ്സൈറ്റിയിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തെ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത വ്യക്തി സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് കേട്ടോ. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സാധാരണ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന കുറേ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്ന ആ പോയിൻറ്റ്സും ദെൻ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമ്മളിത് മിക്കവാറും ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ എക്സാമ്പിൾ എന്നിങ്ങനെയാണ് നമുക്ക് എക്സാമിൽ ചോദിക്കാറ്. സോ നോക്കാം. ഡിനേയൽ, നിഷേധം. ആ വാക്കിൽ തന്നെ നിഷേധിക്കുക അല്ലേ? നോക്കൂ, ഡിനേയൽ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഓർക്കുക, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ റിഫ്യൂസസ് ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി അല്ലെങ്കിൽ ഓർ അണ്ടർസ്റ്റാൻഡ് ദ അൺപ്ലസന്റ്. നമുക്കൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിനയൽ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നോക്കുക, അരോചക യാഥാർത്ഥ്യത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടുന്നത് ചിലർ സ്വീകരിക്കുന്ന മാർഗം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ റിയാലിറ്റീനെ അല്ലേ നിഷേധിക്കുക എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ചില സിറ്റുവേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് അല്ലേ. സോ ഇഷ്ടമില്ലാത്തത് എന്തെന്നു കണ്ടില്ലെന്ന് നടിക്കുക അല്ലെങ്കിൽ വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക തുടങ്ങിയവ നമുക്കിതിന് ഉദാഹരണങ്ങളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ റിഫ്യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് റിഫ്യൂസസ് ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടമില്ലാത്തത് കണ്ടില്ലെന്ന് നടിക്കുക, വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക തുടങ്ങിയ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അല്ലാതെ നമുക്കൊരു എക്സാമ്പിൾ പോലെ പറയാം. അന്നാസ് ഹസ്ബൻഡ് ഡൈസ് ആൻഡ് ഷീ കണ്ടിന്യൂസ് ടു സെറ്റ് എ പ്ലേസ് ഫോർ ഹിം അറ്റ് ദ ഡൈനിങ് ടേബിൾ ആണ് കേട്ടോ. ഡൈനിങ് ടേബിൾ. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റിപ്രഷൻ, ഡിനിയൽ, പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ്, അഡാപ്റ്റേഷൻ. നോക്കൂ, ഇവിടെ അന്നയുടെ ഹസ്ബൻഡ് മരിച്ചു എന്നാൽ പോലും അന്ന നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിളിൽ എന്ത് ചെയ്യുന്നു? ആ ഹസ്ബൻഡിന് വേണ്ടി ആസ് യൂഷ്വൽ എപ്പോഴും പോലെ ഒരു പ്ലേറ്റ് വെക്കുന്നു അല്ലേ. സെറ്റ് എ പ്ലേസ് ഫോർ ഹിം അല്ലേ. അപ്പോൾ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു പ്ലേസ് കാണുന്നു അല്ലെങ്കിൽ തന്നെ ഭർത്താവിന് വേണ്ടി ഒരു പ്ലേറ്റ് വെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏതിൻ്റെ എക്സാമ്പിളാണ്? അപ്പോൾ ശരിക്കും അന്നയുടെ ഹസ്ബൻഡ് മരിച്ചു പോയി, പക്ഷേ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവിടെ അന്ന. സോ അത് റിഫ്യൂസ് ചെയ്യാം. സോ ആ ഒരു റിയാലിറ്റി റിഫ്യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഏത് നമ്മുടെ ഡിഫൻസ് മെക്കാനിസമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഡിനയിലാണ് അല്ലേ. സോ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെക്കുന്നതിലൂടെ അല്ലെങ്കിൽ തൻ്റെ ഹസ്ബൻഡിന് ഒരു സ്ഥലം മാറ്റി വെക്കുന്നതിലൂടെ അവർക്ക് എന്തായാലും ഒരു മനസ്സമാധാനം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സിൽ നിന്നും ചെറിയൊരു കോൺഫ്ലിക്റ്റ് കിട്ടും അല്ലേ. സോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, അരോചക യാഥാർത്ഥ്യത്തിൽ നിന്നും
സ്വയം രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ചിലർ സ്വീകരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് എന്താണ്? യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നുള്ളത്. സോ നിഷേധിക്കുക എന്നൊരു ടേം നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. കിട്ടിയല്ലോ. ഇനി അടുത്ത് നോക്കൂ, റിപ്രഷൻ ആണ് കേട്ടോ. റിപ്രഷൻ അല്ലെങ്കിൽ ദമനം നോക്കാം. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും ഒക്കെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം. അപ്പോൾ റിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ മാനസിക സംഘർഷങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നടക്കാതെ പോയത് ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അബോധ മനസ്സിലേക്ക് കേട്ടോ, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലോട്ട് തള്ളിവിടുന്നൊരു പ്രോസസ്സാണ് നമ്മൾ ഈ ദമനം അല്ലെങ്കിൽ റിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ അപകടകരമായ തന്ത്രമാണ്. നമുക്കൊരു കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സംഭവമാണ് ഈ റിപ്രഷൻ എന്ന് പറയുന്നത്. ഇഷ്ടമില്ലാത്ത വികാരങ്ങളെ പൂഴ്ത്തി വയ്ക്കുന്നത് പല മാനസിക രോഗങ്ങൾക്കും കാരണമാകും. ഇത് കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? നമുക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടമില്ലാത്ത വികാരങ്ങളിൽ നമ്മളിങ്ങനെ പൂഴ്ത്തി വെക്കുന്നത്, അല്ലെ നമ്മളങ്ങനെ നമ്മളെ അബോധ മനസ്സിലേക്ക് ഇങ്ങനെ തള്ളിവിടുന്നത് കൊണ്ട് എന്താവും? സംടൈംസ് അതൊരു പല മാനസിക രോഗങ്ങൾക്കും ഇത് കാരണമാകും. സോ പ്രശ്നത്തെ ധൈര്യപൂർവ്വം നേരിടുകയാണ് ദമനത്തിന് പ്രതിവിധി. അപ്പോൾ ഒരു ദമനത്തിന് പ്രതിവിധി എന്താണ്? പ്രശ്നത്തിന് നല്ല രീതിയിൽ അതിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. സോ ഈ ദമനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട് അല്ലേ. നോക്കൂ, an unconscious process where painful experiences, shameful thoughts etc. are removed from conscious mind by pushing down them to unconscious mind. ഈ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ മലയാളം. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ, നമ്മുടെ ഷെയിംഫുൾ ആയിട്ടുള്ള ചിന്തകൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന്, നമ്മുടെ ബോധ മനസ്സിൽ നിന്നും അബോധ മനസ്സിലേക്ക് അൺകോൺഷ്യസ് മൈൻഡിലോട്ട് തള്ളിവിടുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? ഏതാണ്? നമുക്കൊരു ഓപ്ഷനും വേണ്ട. നമുക്ക് ഓപ്ഷൻസ് കൺഫ്യൂഷൻ ആവും അല്ലേ. റിഗ്രഷൻ, സപ്രഷൻ, എഗ്രഷൻ, റിപ്രഷൻ എന്നൊക്കെ വരും. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ എന്താണ്? എല്ലാം ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? റിപ്രഷൻ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ, ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ദെൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ആ ടേം റിലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞേ ഉള്ളൂ. നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഞാൻ 2 രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ദെൻ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് റാഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സർവ്വസാധാരണമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇതിലൂടെ വ്യക്തി തൻ്റെ ബലഹീനതകൾ, ദെൻ പരാജയങ്ങൾ, കഴിവുകേടുകൾ തുടങ്ങിയവയെ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ശരിക്കും നമ്മുടെ ബലഹീനതകൾ അല്ലെങ്കിൽ നമ്മുടെ പരാജയങ്ങളൊക്കെ നമ്മുടെ കഴിവുകളിലൊക്കെ തുടങ്ങിയവയൊക്കെ തെറ്റായ വഴിയിൽ അല്ലേ. അപ്പോൾ റോങ് ആയിട്ടൊരു ജസ്റ്റിഫിക്കേഷനാണ് കൊടുക്കുന്നത്. തെറ്റായ കാരണങ്ങൾ വഴി അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് യുക്തീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് എന്നും ചോദിക്കുന്നതാണ് ഒരു ശൈലിയുണ്ട്, സോർ ഗ്രേപ്സ് ആറ്റിറ്റ്യൂഡ്, പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, മധുരിക്കുന്ന നാരങ്ങ ശൈലി എന്ന് പറഞ്ഞതൊക്കെ ഏത് ഡിഫൻസ് മെക്കാനിസമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് എക്സാമിന് എന്നും ചോദിക്കാറുണ്ട്. അതേതാണ്? റാഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണമാണ് കേട്ടോ. സോർ ഗ്രേപ്പിസം അല്ലെങ്കിൽ സോർ ഗ്രേപ്സ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്വീറ്റ് ലെമണിസം, അതായത് മധുരിക്കുന്ന നാരങ്ങ ശൈലി, പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി എന്നൊക്കെ പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? സ്ഥിരമായി ചോദിക്കുന്നതാണ് റാഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണമാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സിമ്പിളായിട്ട് മനസ്സിലാവും. എപ്പോഴും ഇതൊരു ക്വസ്റ്റ്യൻ രൂപത്തിൽ പഠിക്കുന്നതാണ് ഏറ്റവും സിമ്പിൾ കേട്ടോ. Jyotish was unable to answer most of the questions in the maths examination. He was of the opinion that the questions, most of them were out of syllabus. Which defense mechanism is used by Jyotish here? അപ്പോൾ നോക്കൂ, ജ്യോതിഷിന് ഗണിത പരീക്ഷയിലെ കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല. ചോദ്യങ്ങൾ ഭൂരിഭാഗവും സിലബസിൽ പുറത്തുള്ളതായിരുന്നു എന്നാണ് അവൻ്റെ അഭിപ്രായം. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ജ്യോതിഷ് ഉപയോഗിക്കുന്നത്? ജ്യോതിഷിന് എന്ത് ചെയ്യുന്നില്ല? മാത്സിൻ്റെ എക്സാമിനേഷന് അധികം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് എന്താണ്? ജ്യോതിഷിൻ്റെ തെറ്റുകൊണ്ട് അല്ലെങ്കിൽ ജ്യോതിഷ് പഠിക്കാത്തത് കൊണ്ടാണ്. അല്ലാതെ ജ്യോതിഷ് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുകയാണ്. എങ്ങനെയാണ്? ഹി വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഓഫ് ദം ആർ ഔട്ട് ഓഫ് സിലബസ്. അപ്പോൾ എന്താ പറയുക? ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല, പക്ഷേ ചോദ്യങ്ങൾ ഭൂരിഭാഗം സിലബസിൽ നിന്ന് പുറത്ത് നിന്നാണ് വന്നത് എന്നൊരു അഭിപ്രായം പറയുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? തൻ്റെ കാര്യം അല്ലേ, ആ ഒരു വാക്കിൽ പറഞ്ഞ കഴിവുകേടുകൾ അല്ലെങ്കിൽ തൻ്റെ പരാജയങ്ങൾ തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു. അവിടെ ന്യായീകരിക്കുകയാണ് അല്ലേ. അപ്പോൾ എൻ്റെ അല്ല പ്രശ്നം, ഞാൻ നേരെ പഠിച്ചില്ല, നേരെ മാർക്ക് വാങ്ങിച്ചില്ല എന്നല്ല പറഞ്ഞത്. പകരം മൊത്തം ഔട്ട് ഓഫ് സിലബസ് ആണ്, ഒറ്റ വാക്കിൽ കഴിഞ്ഞില്ല, അവർ ന്യായീകരിച്ചു കഴിഞ്ഞു. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഈ പറഞ്ഞ പോലെ റാഷണലൈസേഷൻ അല്ലെങ്കിൽ യുക്തീകരണം എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ?
ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട 2 ശൈലി മനസ്സിലാക്കുക. പുളിക്കുന്ന മുന്തിരിങ്ങ സോർ ഗ്രേപ്സ് ആറ്റിറ്റ്യൂഡും മധുരിക്കുന്ന നാരങ്ങ ശൈലി. ഡയറക്റ്റായി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇത്. ദെൻ സബ്ലിമേഷൻ, ഇത് നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. സബ്ലിമേഷൻ റിലേറ്റ് ചെയ്ത് വരുന്നത്. നമുക്ക് അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന പ്രക്രിയയാണ് ഈ പറഞ്ഞ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. മാനസിക സംഘർഷം ഒഴിവാക്കാൻ സമൂഹത്തിൽ സ്വീകാര്യമായ ഒരു മാർഗം തേടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഉദാഹരണമായി മക്കളില്ലാത്ത ധനാന്ത്യൻ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് നിരാശാബോധം ഒഴിവാക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ നോക്കൂ, ഇപ്പോൾ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇമ്പൾസ് എല്ലാം നല്ല പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ സോഷ്യലി നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് മാറ്റിവിടുന്ന ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അസ്വീകാര്യമായ ആഗ്രഹങ്ങൾ നമ്മുടെ വിശ്വസൊക്കെ ഉള്ളത് നമ്മൾ ശക്തമായ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പ്രക്രിയയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇതുവഴി നമുക്ക് എന്താവും, മാനസിക സംഘർഷം ഒഴിവാക്കാൻ ഈ സമൂഹത്തിൽ സ്വീകാര്യമായ മാർഗം തേടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ ഉദാഹരണമായി പറഞ്ഞ് മക്കളില്ലാത്ത ഒരാൾ എന്ത് ചെയ്യുന്നു, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളോട് ഏർപ്പെട്ട് ആ ഒരു നിരാശാബോധം ഒഴിവാക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. നോക്കൂ, ആംഗ്രി ഫോർ നോട്ട് ബീങ് സെലക്ടഡ് ഫോർ XYZ കമ്പനി വർക്ക്ഡ് ഹാർഡ് ആൻഡ് സ്റ്റാർട്ടഡ് മൈ ഓൺ വെഞ്ചർ. അപ്പോൾ നോക്കൂ, ഒരാൾക്ക് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ ഭയങ്കര ആഗ്രഹത്തോടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിക്കുകയാണ്, എന്താണ്, ആ ഒരു കമ്പനി സെലക്ഷൻ കിട്ടുന്നില്ല. പകരം ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ വേറെ തെറ്റായ രീതിയിലൊന്നും പോവാതെ എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് നോക്കൂ, വർക്ക്ഡ് ഹാർഡ് ആൻഡ് സ്റ്റാർട്ടഡ് മൈ ഓൺ വെഞ്ചർ. ആരെയും കുറ്റം പറയുക ഒന്നും ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ സബ്ലിമേഷൻ എന്ന് വരുന്നത് കേട്ടോ. സോ അപ്പോൾ നമുക്കറിയാം ഇതിൽ ആരെയും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല, നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നമുക്ക് ഇതൊരു സംഭവം വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ ഇതിലൂടെ ചെയ്യുന്നതിലൂടെ ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ആർക്കും ഒരു ദോഷമില്ല, പകരം എന്തെങ്കിലും പുതുതായിട്ടൊരു സംഭവം വരുന്നുണ്ട് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിന് ഡിഫൻസ് മെക്കാനിസം റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി, സർഗാത്മകപരമായിട്ട് ബന്ധപ്പെട്ട ഡിഫൻസ് മെക്കാനിസം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സബ്ലിമേഷനാണ്. സോ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിഫൻസ് മെക്കാനിസം കൂടിയാണ് സബ്ലിമേഷൻ. ഇതും പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ആർക്കും ഒരു ദോഷമില്ല, സമൂഹത്തിൽ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ചാനൽ നെഗറ്റീവ് ഏർക്സ് ആൻഡ് ഇമ്പൾസസ് ഇൻ ടു പോസിറ്റീവ് സോഷ്യലി അക്സെപ്റ്റബിൾ ബിഹേവിയർ എടുത്ത് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നോക്കും, an aggressive person joins in army, select the most defense mechanism which matches to the above statement. അപ്പോൾ ദേഷ്യക്കാരനായ ഒരു വ്യക്തി പട്ടാളത്തിൽ ചേരുന്നു. അപ്പോൾ ഇത് ഏത് സമായോജിത തന്ത്രത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ദേഷ്യക്കാരനായ ഒരു വ്യക്തി മറ്റുള്ളവർ ദേഷ്യം കാണിക്കുക ഒന്നും ചെയ്യുന്നില്ല, പകരം എന്താണ്, ആ ഒരു എനർജി സോഷ്യലി നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു, ചാനലൈസ് ചെയ്ത് വിടുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ ചെയ്തത്, ആർമിയിലോട്ട് ജോയിൻ ചെയ്യാണ്. സോ അവിടെ an aggressive person joins in army. സോ അത് നമുക്ക് എന്തിന് എക്സാമ്പിളായിട്ട് പറയാം, സബ്ലിമേഷൻ തന്നെയാണ് അല്ല, ഉദാത്തീകരണത്തിന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ദെൻ അതിന് മുമ്പ് 1-2 പോയിന്റ്സ് നോക്കാം. സബ്ലിമേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് പീപ്പിൾ റീചാനലിംഗ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ഇൻ ടു സോഷ്യലി അക്സെപ്റ്റബിൾ. സോ ഇവിടെ എന്താണ്, അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള അസ്വീകാര്യമായ ഇമ്പൾസസിനെ നല്ല രീതിയിൽ സോഷ്യലി സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് അക്സെപ്റ്റബിൾ വൺസിലോട്ട് റീചാനലൈസ് ചെയ്ത് വിടുക. ദാറ്റ് മീൻസ് ചാനലൈസ് ചെയ്ത് വിടുകയാണ്, ദാറ്റ് മീൻസ് വഴിതിരിച്ച് വിടുകയാണ് അല്ലേ. അപ്പോൾ അതൊരു അങ്ങനെ ആയതുകൊണ്ടാണ് അത് ഈ ഒരു സംഭവം സബ്ലിമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കേട്ടോ. Then this was one of the first mechanism proposed by Anna Freud. Anna Freud എന്ന് പറയുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മോളാണ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മോളാണ് ഇത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഫസ്റ്റ് മെക്കാനിസം പ്രപ്പോസ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്, അന്ന ഫ്രോയിഡ് കേട്ടോ. അന്ന ഫ്രോയിഡാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സബ്ലിമേഷനെ കുറിച്ച് കൂടുതൽ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് കോമ്പൻസേഷൻ. ഇതും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നും കാണാറുണ്ട് അല്ലേ. അപ്പോൾ നോക്കൂ, ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്ന തന്ത്രമാണ് അനുപൂരണം. അപ്പോൾ കോമ്പൻസേഷൻ അല്ലെങ്കിൽ അനുപൂരണം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നില്ലെന്ന് വിചാരിക്കുക, പക്ഷേ ആ കുട്ടി വേറെ സ്പോർട്സിലോ മ്യൂസിക്കിലോ ഒക്കെ സ്റ്റാർ ആവുകയാണ്. അപ്പോൾ ഒന്നിലുള്ള കുറവ് വേറെ ഒന്നിനും നികത്തുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ആക്സിഡൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, അപ്പോൾ അവർ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുന്നതിന്, അപ്പോൾ അവർക്ക് ആ പൈസയുടെ ബുദ്ധിമുട്ട്, അപ്പോൾ അതൊക്കെ ഇൻകം നിൽക്കും. സോ അത് കോമ്പൻസേറ്റ് ചെയ്യണം ആ എമൗണ്ട് കൊടുത്തിട്ട്. സോ നിങ്ങൾ അങ്ങനെയൊക്കെ വേണം കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ പഠന കാര്യങ്ങൾ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി കായിക പ്രവർത്തനങ്ങളിൽ മികവിലൂടെ തൻ്റെ
ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. സോ തൻ്റെ ഒരു ഈഗോ എന്ത് ചെയ്യാന്ന് ബാലൻസ് ചെയ്യാണല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കാൻ മോശം ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താണ് സ്പോർട്സിലും മിസ്റ്ററിലും സ്റ്റാർ ആണെന്ന് അവിടെ ഒരു സമാധാനം അല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ, തൻ്റെ ഈഗോ ബാലൻസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, കോമ്പൻസേഷൻ അല്ലെങ്കിൽ അനുപൂരണം എന്ന് പറയാം. ഓക്കെ, പഠനകാര്യങ്ങൾ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി കായിക പ്രവർത്തനങ്ങളിൽ മികവിലൂടെ തൻ്റെ ആത്മാഭിത ഇതേ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് എക്സാം മിക്കവാറും ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തതാണ്, അപ്പോൾ ഒന്നിലുള്ള കുറവ് വേറെ ഒന്നിൽ ഈക്വൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് അത്, കോമ്പൻസേഷൻ അല്ലെങ്കിൽ അനുപൂരണം എന്ന് പറയാം. ദെൻ പ്രൊജക്ഷൻ, സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരുടെ തെറ്റുകൾ ആരോപിക്കുന്നു. അപ്പോൾ അതായത് നമ്മുടെ തെറ്റ് എന്ത് മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കിട്ടുന്നത് നമ്മൾ അത് എന്ത് പറയാം, നമുക്ക് പ്രക്ഷേപണം അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറയും. സോ സ്വന്തം പോരായ്മകൾ എന്താണ് മറയ്ക്കാനായിട്ട് മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റാണ്, ഇപ്പോൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യില്ല, പകരം എന്താണ് മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കിട്ടണം. ആ ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുക, ഇതിനെ പ്രൊജക്ഷൻ എന്ന് പറയും കേട്ടോ. സോ പുട്ടിങ് യുവർ ഫോൾട്ട്സ് ഓൺ ടു സംവൺ എൽസ്, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക. ആ ഒരു ബ്ലെയിം എന്നൊരു വാക്ക് കിട്ടുകയും നിങ്ങൾക്ക് പ്രൊജക്ഷൻ ആണെന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ഫോൾട്ട് മറ്റുള്ളവർ തലയിൽ വെച്ചിട്ട് ദാറ്റ് മീൻസ് അതാണ് പ്രൊജക്ഷൻ, അല്ലെങ്കിൽ എന്ന് പറയും പ്രക്ഷേപണം എന്ന് പറയും. ക്ലിയർ ആയല്ലോ. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ നോക്കാം. തദാത്മീകരണം എന്താണെന്ന് നോക്കാം. തൻ്റെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി മറ്റുള്ളവരുടെ വിജയത്തിലും പ്രസിദ്ധിയിലും ഭാഗമാവുകയാണെന്നാണ് തദാത്മീകരണത്തിൻ്റെ സ്വഭാവം. അപ്പോൾ നോക്കൂ, അപ്പോൾ തൻ്റെ പോരായ്മ അല്ലെങ്കിൽ തൻ്റെ പരാജയത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് മറ്റുള്ളവർ വിജയിച്ചാൽ താൻ വിജയിച്ച പോലെ സാറ്റിസ്ഫൈഡ് ആവുക. ആ ഒരു രീതിയാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൽ സന്തോഷം കാണുക. അതാണ് നമ്മൾ ഈ തദാത്മീകരണം അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കളികളിൽ വേണ്ടത്ര നിപുണതയില്ലാത്ത കുട്ടികൾ സ്പോർട്സ് താരങ്ങളുമായി താദാത്മ്യം നേടി കീർത്തിക്കും അംഗീകാരത്തിനുമുള്ള തങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നു. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കൂ, രാജു ഈസ് എ സ്ട്രോങ് ഫാൻ ഓഫ് ഹിസ് ഫേവറേറ്റ് ഫിലിം ആക്ടർ. ഇപ്പോൾ റിജുവിന് തൻ്റെ ഇഷ്ടപ്പെട്ട സിനിമാ താരത്തിനോട് കടുത്ത ആരാധനയാണ്. അപ്പോൾ താരത്തിൻ്റെ സ്റ്റൈല്, സ്വഭാവ സവിശേഷത എന്നിവ അവൻ അനുകരിക്കുന്നു. റിജു പ്രകടിപ്പിക്കുന്ന സമായോജന തന്ത്രം ഏതാണ്? അപ്പോൾ താരത്തിന് എന്താണ്, താരത്തിന് അതുപോലെ ഈ പറഞ്ഞ പോലെ റിജുവിന് ഇതുപോലെ ഒരു വലിയ ഫിലിം ആക്ടർ ആവണം എന്ന ഒരാഗ്രഹമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്താണ്, അത് ഒരു ഫേവറേറ്റ് ഫിലിം ആക്ടറിൻ്റെ ഈ പറഞ്ഞ സ്റ്റൈൽസും ആ ക്യാരക്ടറെല്ലാം ഇമിറ്റേറ്റ് ചെയ്തിട്ട് എന്താണ് അങ്ങനെ ഒരു സാറ്റിസ്ഫൈഡ് ആവുകയുള്ള ആ ഒരു സ്ട്രെസ്സൊക്കെ കുറയ്ക്കുകയാണ്. ദാറ്റ് മീൻസ് അതെന്ത് നമുക്ക് പറയാം, ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ തദാത്മീകരണം എന്ന് പറയാം. ശരിയല്ലേ? ക്ലിയർ ആയല്ലോ. അപ്പോൾ നോക്കിയാൽ മതി, തൻ്റെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായിട്ട് മറ്റുള്ളവരുടെ വിജയത്തിലും പ്രസിദ്ധിയിലും ഭാഗമാവുകയാണ് എന്നാണ് ഈ തദാത്മീകരണത്തിന് മെയിനായിട്ട് വരുന്നൊരു പോയിന്റ് എന്ന് പറയും. സോ കളികളിൽ വേണ്ടത്ര നിപുണതയില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ കളികളിൽ അത്രയ്ക്കും നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, സ്പോർട്സ് താരങ്ങളുമായിട്ടെല്ലാം അവർ ജയിക്കുവാണെങ്കിൽ അപ്പോൾ അത് കണ്ട് താൻ ജയിച്ച പോലെ ഒരു ഫീൽ ചെയ്യുക അല്ലേ. അതിനെ നമുക്ക് എന്ത് പറയും, ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ തദാത്മീകരണം എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കൂ, റിഗ്രഷൻ നോക്കൂ, പശ്ചാത്ഗമനം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിൻവാങ്ങി മുൻകാല സമായോജനത്തിലേക്ക് തിരിച്ചു പോകുന്ന പ്രവൃത്തിയാണ് പ്രതിഗമനം അഥവാ പശ്ചാത്ഗമനം. അപ്പോൾ ഇതിന് പ്രതിഗമനം എന്ന് പറയും, പശ്ചാത്ഗമനം എന്ന് മലയാളത്തിൽ പറയും. റിഗ്രഷൻ ആണ്. അപ്പോൾ റിഗ്രഷൻ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ പിൻവാങ്ങി തൻ്റെ മുൻകാല ഒരു ഏർലി ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു രീതിയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നത്, മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ബാലൻ ശിശുവിനെ പോലെ പെരുമാറുന്നത് പശ്ചാത്ഗമനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ പാരൻസ്, ഇപ്പോൾ നമുക്കൊരു രണ്ടാമത് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടി ശ്രദ്ധിച്ചിരുന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ കുട്ടി എന്ത് ചെയ്യും, അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വീട്ടുകാർ അല്ലെങ്കിൽ പാരൻസിനൊക്കെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെറിയ കുട്ടീനെ പോലെ ബിഹേവ് ചെയ്യാറുണ്ട്. അതിൻ്റെ എന്താണ് ഈ പറഞ്ഞ പോലെ ഈ റിഗ്രഷൻ ആണ് കേട്ടോ. ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ, സ്ലിപ്പിംഗ് ടു ആൻ ഏർലിയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് വെൻ ഫേസ്ഡ് സ്ട്രെസ്. അപ്പോൾ ഒരു സ്ട്രെസ്സ് വരുന്ന സമയത്ത് തൻ്റെ മുമ്പത്തെ ഒരു ഏർലിയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റോട്ട് പോകുക എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ അതൊരു ഡൗട്ടും വേണ്ട, അത് റിഗ്രഷൻ ആണ്. അതുപോലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, വേറൊരു എക്സാമ്പിൾ പറയാം. ഡ്യൂ ടു പ്രഷർ ഓഫ് കോളേജ് ടോം സ്റ്റാർട്ട് സക്കിങ് ഹിസ് തമ്പ്. അപ്പോൾ കോളേജിലെ പ്രഷർ മൂലം ടോം എന്ത് ചെയ്യുന്നു, നോക്ക് വിരൽ കുടിച്ചുകൂടെ കിടക്കുകയാണ്. അപ്പോൾ വിരൽ കുടിച്ച് കിടക്കുന്നവർ ഈ ഏജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണോ? അല്ല, അവർ ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിൽ വരുന്നതാണ്. സോ ആ ഒരു സ്റ്റേജിലോട്ട് പോവുക എന്ന് പറയുമ്പോൾ അത് എന്താണത്, റിഗ്രഷൻ ആണ് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ പേഴ്സൺ സ്റ്റാർട്സ് ടു ടോക്ക് ഇൻ ബേബി ടോക്ക് വെൻ ഹീസ് അണ്ടർ സ്ട്രെസ് അക്കോർഡിംഗ് ടു ഫ്രോഡ് ഹീസ് യൂസിങ് ദ ഡിഫൻസ് മെക്കാനിസം നോൺ എസ്. അതായത് മാനസിക സംഘർഷമുള്ളപ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, കുട്ടികൾ സംസാരിക്കുന്നത് പോലെ
അപ്പോൾ മാനസിക സംഘർഷം വന്നപ്പോൾ ഒരു വ്യക്തിയാണ് എങ്ങനെയാണ് കുട്ടികൾ സംസാരിക്കുന്നത്, ബേബി ടോക്ക് അല്ലേ, സംസാരിക്കുന്നു. അപ്പോൾ ഇത് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഏതാണ്? അപ്പോൾ നമുക്കറിയാം ഈ ഒരു കുട്ടികൾ സംസാരിക്കുന്ന പോലെ മീൻസ് തൻ്റെ ഒരു വേറെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലോട്ട് പോവാം. ദാറ്റ് ഈസ് അവിടെ എന്ത് പറയാം, നമുക്കത് റിഗ്രഷൻ എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ റിഗ്രഷൻ. അപ്പോൾ ഓർക്കുക, മുൻകാല ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലോട്ട് പോവുക എന്ന രീതിയിലാണെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കുട്ടീനെ പോലെ പെരുമാറുന്നു, അല്ലെങ്കിൽ വിരൽ കുടിക്കുന്നു, ആ രീതിയിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം ബേബി ടോക്ക് ചെയ്യുന്നു, അല്ല കുട്ടികളെ പോലെ സംസാരിക്കുന്നു എന്നൊക്കെ പറയാൻ ഉറപ്പായും എന്നത് റിഗ്രഷൻ തന്നെയാണ് അല്ലേ. ദെൻ എഗ്രഷൻ, അടുത്തത് പേര് ശ്രദ്ധിക്കുക, എഗ്രഷൻ അല്ലെങ്കിൽ ആക്രമണം, ആ പേര് പോലെ തന്നെ കേട്ടോ. അപ്പോൾ മോഹബന്ധങ്ങളിൽ നിന്നും ഉടലെടുക്കുന്ന സമായോജന തന്ത്രമാണ് ആക്രമണം എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിൽ. അപ്പോൾ ഈ ഒരു എഗ്രഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രത്യക്ഷവും ഉണ്ട്, പരോക്ഷവും ഉണ്ട്. അപ്പോൾ എന്താ നോക്കാം, തന്നെ അവഹേളിച്ച സഹപാഠി ആക്രമിച്ചത് പ്രത്യക്ഷ ആക്രമണത്തിനും അച്ഛൻ വഴക്ക് പറഞ്ഞതിന് ഗ്ലാസ് എറിഞ്ഞുടച്ചത് പരോക്ഷ ആക്രമണത്തിനും ഉദാഹരണം. അപ്പോൾ നമുക്ക് എഗ്രഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റായിട്ട് വരുന്നതും അതാണ് പറഞ്ഞ് പ്രത്യക്ഷം. ദാറ്റ് മീൻസ് ഒരാൾ എന്നെ തല്ലിച്ച് ഞാൻ തിരിച്ച് തല്ലി, അത് കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. അപ്പോൾ അതായത് തന്നെ അവഹേളിച്ച സഹപാഠിയെ ആക്രമിക്കുക, ഒന്ന് അഗ്രസീവായിട്ട്, അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും എന്നിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും പറയുക എന്തെങ്കിലും ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് എന്ത് ചെയ്യുന്നു, അവരെ ആക്രമിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുക, ഡയറക്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ പ്രത്യക്ഷം എന്ന് പറയുന്നു. ദെൻ അതിനുശേഷം എന്താണ്, തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ വേറൊരു കേസിൽ തൻ്റെ അച്ഛൻ ചീത്ത പറഞ്ഞു, അപ്പോൾ അച്ഛനെ കയറി തല്ലാൻ പറ്റുമോ? ഇല്ല. പകരം എന്ത് ചെയ്തു, ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുക, അങ്ങനെയൊക്കെ രീതിയാണ് നമ്മൾ എന്ത് പറയും, പരോക്ഷം എന്നല്ല, പരോക്ഷ ആക്രമണത്തിന് ഉദാഹരണമാണ്. സോ അപ്പോൾ നമുക്കിങ്ങനെ ആക്രമണം എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്സ് പറയാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റായിട്ട്, അപ്പോൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ഡയറക്റ്റായിട്ട് കയറി രണ്ട് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയുക, അതിനെ ഡയറക്റ്റായിട്ടുള്ള ആക്രമണം അല്ലെങ്കിൽ പ്രത്യക്ഷ ആക്രമണത്തിന് ഉദാഹരണമായിട്ട് പറയാം. ദെൻ അപ്പോൾ നമ്മുടെ പാരൻസോ മറ്റുള്ള നമുക്ക് അവരെ അടിക്കാൻ പറ്റില്ല അല്ല, പകരം എന്താണ് വേറൊരു രീതിയിൽ കാണിക്കുകയാണ്, അല്ലെ അഗ്രസീവായിട്ടൊരു ബിഹേവിയർ കാണിക്കുകയാണ്. സോ അപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞതിന് ഗ്ലാസ് എറിഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, അതിൽ പറയും പരോക്ഷ ആക്രമണത്തിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ, ആ പേര് പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരു കുട്ടി അത് സാധിക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, നേഴ്സായിട്ട് തീരുന്നു എന്ന്, നേഴ്സായിട്ട് തൃപ്തി കണ്ടെത്തുകയാണ് നമുക്കതിന് എന്ത് പറയാം, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. അത് തന്നെയാണ് നമ്മുടെ എക്സാമ്പിൾ കേട്ടോ. നോക്കാം. അപ്പം നാം ഏതെങ്കിലും ഒരു പ്രവൃത്തി ലക്ഷ്യബോധത്തോടെ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകാം. ഇത് മാനസികമായ സംഘർഷത്തിന് വഴിതെളിക്കും. ഈ സംഘർഷം ലഘൂകരിക്കാനോ ഇല്ലാതാക്കാനോ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് തൃപ്തി നേടുന്നു. ഇങ്ങനെ ലക്ഷ്യം സാധിക്കാതെ വരുമ്പോൾ തൽസ്ഥാനത്ത് വേറൊന്ന് പ്രതിസ്ഥാപിച്ച് തൃപ്തി നേടുന്നതാണ് പ്രതിസ്ഥാപനം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാകും, ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. സോ അതിന് പകരം വേറെ ഒന്നില്ല, വേറെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ വേറെ ഒരു പ്രവൃത്തിയിൽ ഇൻവോൾവ് ആയി അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, തൃപ്തി കണ്ടെത്തുകയാണ്. അതാണ് അതിന് എന്താ പറയുക, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രതിസ്ഥാപനം എന്ന് പറയാം. ഈ പറഞ്ഞ എക്സാമ്പിളിൽ നിങ്ങൾക്ക് ധാരാളമാണ്. ഡോക്ടറാകാൻ ആഗ്രഹിച്ച ഒരു കുട്ടി, അപ്പോൾ അത് നടക്കാതായപ്പോൾ ഏകദേശം ആ ഒരു ഫീൽഡ് പോലെ വരും, നേഴ്സില്ല, നേഴ്സായി തീർന്ന് സ്വയം എന്താണ് തൃപ്തി നേടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രതിസ്ഥാപനം ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത റിയാക്ഷൻ ഫോർമേഷൻ. നോക്കൂ, ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള വ്യക്തികൾ ഉണ്ടാകും. ഇത്തരം വ്യക്തികളോട് വസ്തുക്കളോട് ബാഹ്യമായ ഇഷ്ടം കാണിക്കുന്ന സ്വഭാവമാണ് പ്രതിക്രിയാവിധാനം, അതായത് റിയാക്ഷൻ ഫോർമേഷൻ. അപ്പം നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അല്ല. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരാൾ പ്രത്യേകിച്ചും ഇഷ്ടക്കുറവുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് കാണിക്കാൻ പറ്റില്ല. പുറത്ത് കാണിക്കാതെ അല്ല, നല്ല പുറത്ത് നല്ല കുട്ടിനെ പോലെ അഭിനയിക്കുകയാണ്, നമുക്കത് എന്ത് പറയാം, നമുക്ക് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയാം. ഓക്കെ, ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള വ്യക്തികളുണ്ടാകും. ഇത്തരം വ്യക്തികളോടും വസ്തുക്കളോടും ബാഹ്യമായ ഇഷ്ടം കാണിക്കുന്ന സ്വഭാവം. പുറത്ത് എന്താണ്, ശരിക്കും അകത്തെന്താണ്, ശരിക്കും ഇഷ്ടമല്ല. ഇപ്പോൾ റിയലി എന്താണ്, ഇഷ്ടമല്ല, പക്ഷേ എന്താണ്, ഇഷ്ടം ഉള്ളതുപോലല്ല, ബാഹ്യമായ ഒരു ഇഷ്ടം കാണിക്കുക, ഒരു റിയാക്ട്. നമുക്ക് പറയാം ആക്ട് ചെയ്യാന്നൊക്കെ നിങ്ങൾ കണക്ട് ചെയ്താൽ നമ്മൾ ആക്ഷൻ എന്നൊക്കെ പറയില്ലേ, ആക്ട് ചെയ്യണം, അഭിനയിക്കുകയാണ് പറയുക. അപ്പോൾ ഇഷ്ടമുള്ള പോലെ അഭിനയിക്കുകയാണ് പറയുന്നത്, നമ്മൾ സീരിയലൊക്കെ കാണാറില്ല, അതുപോലെ വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ റിയാക്ഷൻ ഫോർമേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു സംഭവത്തിന് ഇഷ്ടമുള്ളതുപോലെ അഭിനയിക്കുക, ആ രീതിയിൽ കണക്കാക്കണം. സോ ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള വ്യക്തികൾ ഉണ്ടാകും. ഇത്തരം വ്യക്തികളോടും വസ്തുക്കളോടും ബാഹ്യമായ ഇഷ്ടം കാണിക്കുന്നൊരു സ്വഭാവമാണ് പ്രതിക്രിയാവിധാനം, റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെയല്ലോ. ഇനി അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ്. വളരെ സിമ്പിളാണ്, എന്നാൽ എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ച് പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവമാണ് ആദേശം ചെയ്യൽ. ചിലപ്പോൾ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നും തരാം, അല്ലെങ്കിൽ ആദേശം ചെയ്യൽ എന്നും തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയൊന്നും ഓർക്കേണ്ട, ഈ ഒരു ഉദാഹരണം ഓർത്താൽ മതി. മക്കളോടുള്ള ദേഷ്യം അധ്യാപകർ ചിലപ്പോൾ തങ്ങളുടെ വിദ്യാർത്ഥികൾ തീർക്കുന്നു. അപ്പോൾ ഒന്നുമല്ല, അപ്പോൾ വീട്ടിൽ നിന്ന്
നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്, മക്കളോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്, നേരെ സ്കൂളിൽ പോയി ആ പിള്ളേരോടൊക്കെ ഫുൾ അങ്ങോട്ട് കാണിച്ചു. അത്രയേ ഉള്ളൂ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓഫീസിൽ. അതുപോലെ സമയത്ത് ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ചിലപ്പോൾ മാനേജർ എന്തെങ്കിലും ചീത്ത പറയുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ദേഷ്യം തിരിച്ച് മാനേജറോട് കാണിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, കാണിച്ചു കഴിഞ്ഞാൽ പണി പോകും അല്ലേ. സോ എന്ത് ചെയ്യുക, നേരെ വീട്ടിലേക്ക് വരണം. മക്കളോ ഭാര്യ ആരൊക്കെ എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിക്കുക, നല്ല അങ്ങോട്ട് ദേഷ്യം കൊണ്ട് കാണിച്ചു. കാരണം ആ മാനേജറോടുള്ള ദേഷ്യമാണ് കാണിക്കുന്നത്, ആരോട് വീട്ടിൽ വന്നിട്ട്. സോ അങ്ങനെ ഒരാളോടുള്ള ദേഷ്യം മറ്റൊരാളോട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ട് നമ്മൾ സ്കൂൾ റിലേറ്റ് ചെയ്തൊക്കെ വരുന്ന സമയത്ത് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ പറഞ്ഞ മക്കളോടുള്ള ദേഷ്യം അധ്യാപകർ ചിലപ്പോൾ തങ്ങളോട് വിദ്യാർത്ഥികൾ തീർക്കുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരോടുള്ള ആ ഒരു ദേഷ്യം, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സുമായിട്ട് ഇങ്ങനെ ഉള്ള ദേഷ്യം, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററോടുള്ള ദേഷ്യം, അങ്ങനെ രീതിയിലൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഒരാളോടുള്ള ദേഷ്യം മറ്റൊരാളോട് തീർക്കുക. അപ്പോൾ നല്ല ബോസിനോടുള്ള ദേഷ്യം വീട്ടിൽ വന്ന് ഭാര്യയോട് തീർത്താൽ അതെന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെയാണ്. അപ്പം ഒരാളോടുള്ള ദേഷ്യം മറ്റൊരാളെ തീർക്കുക എന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിൽ എക്സാമ്പിൾസിലൂടെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെയാണ്. ഇത്രയാണ് നമുക്ക് നമ്മുടെ ഡിഫൻസ് മെക്കാനിസമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറയും നമ്മുടെ ലേണിംഗ് കേർവ്സുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് നോക്കാം നമുക്ക്. അപ്പോൾ ലേണിംഗ് കേർവ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ 4 ലേണിംഗ് കേർവ്സാണ് ഉള്ളത്. സ്ട്രൈറ്റ് ലൈൻ കേർവ്, രുചിരേഖ വക്രം സ്ട്രൈറ്റ് ലൈൻ കേർവ് എന്ന് പറയും. ദെൻ ഉന്മധ്യ വക്രം കോൺവെക്സ് കേർവ് എന്ന് പറയും. ദെൻ കോൺകേവ് കേർവ്, അത് നദമധ്യ വക്രം എന്ന് പറയും. സമ്മിശ്ര വക്രം മിക്സഡ് കേർവ്. അപ്പോൾ ഈ ഒരു പേര് നമുക്ക് കേട്ടിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല, പകരം ആ ഒരു ഗ്രാഫ് തന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ കേർവ് അല്ലെങ്കിൽ രുചിരേഖ വക്രം എന്ന് പറയും. എന്താണെന്ന് നോക്കാം. പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതിയെ കാണിക്കുന്ന രേഖ ഉയർന്നു പോകുന്ന രുചിരേഖയായിരിക്കും. അപ്പോൾ ജസ്റ്റ് പറയാൻ നോക്കും, ഇവിടെ ടൈം തന്നിട്ടുണ്ട്, ഇവിടെ എമൗണ്ട് ഓഫ് ലേണിംഗ്. അപ്പോൾ ഇവിടെ ടൈമും എമൗണ്ട് ഓഫ് ലേണിംഗ്, ടൈം കൂടുന്നതിനനുസരിച്ച് ഇവിടെ ലേണിംഗ് എന്ത് ചെയ്യുന്നു, കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് എന്ത്, സ്ട്രൈറ്റ് ലൈൻ കേർവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രുചിരേഖ വക്രം എന്ന് പറഞ്ഞാൽ. എക്സാമിന് ചിലപ്പോൾ എന്തായിരിക്കും, ഈ ഒരു പേരോ മറ്റോ ആയിരിക്കില്ല ചോദിക്കുന്നത്, ഇങ്ങനെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ദ ലേണിംഗ് കേർവ് ഗിവൻ ബിലോ ഇൻഡിക്കേഷൻ. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന പഠനവക്രം സൂചിപ്പിക്കുന്നത് എന്താണ്, അതായത് ഈ ഒരു ബേസിക് ഐഡിയ ആണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് പഠനത്തിൻ്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണോ, അല്ലെങ്കിൽ പഠന പുരോഗതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പഠന പുരോഗതി സ്ഥിരമാണ്, പഠന പുരോഗതി ആദ്യം കുറയുക പിന്നെ കൂടുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്കിത് കാണാൻ അവിടെ സമയം തന്നിട്ടുണ്ട്, ഇതിന് പഠനത്തിൻ്റെ അളവ് അല്ലെങ്കിൽ പഠനത്തിൻ്റെ തോതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് സമയം കൂടുന്ന അനുസരിച്ച് എന്താ ചെയ്യുന്നത്, ഇവിടെ ആ പഠനത്തിൻ്റെ ആ ഒരു അളവ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ. സോ ഇവിടെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ. സോ ഇങ്ങനെ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ടാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് നോർമലി നമുക്ക് ഈ ഒരു കേർവ് എന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കലായിട്ട് ഇങ്ങനെ പറയുന്നില്ല അല്ല, അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറയുന്നത് പ്രായോഗിക തലത്തിൽ ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ കേർവ് എന്ന് പറയുന്നത് അത്ര എന്താണ് പോസിബിൾ അല്ലെങ്കിൽ ഒരു അസാധാരണമായിട്ട് കാണുന്നത്, കാരണം എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. പക്ഷേ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഈ ഒരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, ഈ ഒരു കേർവ് അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇതിൽ എന്താണ് ഒരു ഐഡിയ ആണ് ചോദിക്കുന്നത്. ഇവിടെ യൂണിറ്റ് ഓഫ് ടൈം ആണ്, ഇവിടെ എമൗണ്ട് ഓഫ് ലേണിംഗ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ സമയവും പഠനത്തിൻ്റെ ആ തോതും, അപ്പോൾ സമയം കൂടുന്നതിനനുസരിച്ച് പഠനത്തിൻ്റെ പുരോഗതി തുടർച്ചയായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. പഠനത്തിൻ്റെ പുരോഗതി തുടർച്ചയായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കേർവാണ് സ്ട്രൈറ്റ് ലൈൻ കേർവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു കേർവ്, നിങ്ങൾ ഒരു ഐഡിയ മാത്രം മനസ്സിലാക്കിയാൽ മതി. അടുത്തൊരു കേർവ് നോക്കൂ, ഈ ഒരു കേർവിൻ്റെ ഒരു ഷേപ്പ് നോക്കിക്കോളൂ കേട്ടോ. ഇത് നമ്മൾ നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് കേർവ് അല്ലെങ്കിൽ ഉന്മധ്യ വക്രം എന്ന് പറയും. അപ്പോൾ തുടക്കത്തിൽ ഒരു പഠനം എന്ന് പറയുന്നത് എന്താണ്, ത്വരിതഗതിയിലുള്ള പുരോഗതി കാണിക്കുകയും ക്രമേണ മന്ദഗതിയാവുകയും ചെയ്താൽ അതിനെ ഋണത്വരണ വക്രം അല്ലെങ്കിൽ നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് കേർവ് എന്നോ, അല്ലെങ്കിൽ ഉന്മധ്യ വക്രം അല്ലെങ്കിൽ ഋണത്വരണ പഠന വക്രം അല്ലെങ്കിൽ നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് ലേണിംഗ് കേർവ് എന്ന് പറയും. പേര് ചോദിക്കും, നമുക്ക് അറിയത്തില്ല, എന്നാൽ നിങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഓർത്താൽ മതി നെഗറ്റീവ്ലി, നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്, പക്ഷെ എന്നാലും മലയാളത്തിൽ ഫോളോ ചെയ്യുന്ന ഓർത്ത് വയ്ക്കുക. ഋണത്വരണ പഠനവക്രം എന്നും ചോദിക്കാം, ഉന്മധ്യ വക്രം എന്നും ചോദിക്കാം. സോ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഇതാണ്. അപ്പോൾ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം എന്താണ് ഇവിടെ ടൈമും എമൗണ്ട് ഓഫ് ലേണിംഗ് ആദ്യം കൂടിയായിട്ട് വരുന്നത്, പിന്നെ അതിന് ശേഷമാണ് മാറ്റം വരുന്നത് അല്ലേ. അപ്പോൾ ഈ നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് കേർവ് നമ്മൾ ആദ്യം കൂടുന്നു പിന്നെ കുറയുന്നു, ഇങ്ങനെ നിങ്ങൾ ആരോ മാർക്കിട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം കൂടുന്നു പിന്നെ കുറയുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ
നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഗ്രാഫ് തരാതെ ആദ്യം കൂടി പിന്നെ കുറഞ്ഞു വരുന്ന ആ ഒരു കേവ് ഏതാണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഒരു മീനിങ് കറക്റ്റായി മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കൂടുന്നു പിന്നെ കുറയുന്നു എന്ന രീതിയാണ് ഈ പറഞ്ഞ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ലേണിംഗ് കേവിന് വരുന്നത്. അപ്പോൾ അതിനുള്ള കാരണം ഈ ഒരു പോയിന്റ് ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ മേ ബി ഇങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസിന് ഓപ്ഷനായിട്ട് വരും. സോ പ്രവർത്തനം ലളിതമാവുകയോ പഠിതാവിന് സമാനമായ പ്രവർത്തനത്തിൽ മുൻ പരിശീലനം കിട്ടിയിട്ടുണ്ടാവുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് ഇത്തരം പഠനവക്രം ഉണ്ടാകുന്നത്. സോ ഇങ്ങനത്തെ ഒരു ലേണിംഗ് കർവ് എപ്പോഴാണ് ഉണ്ടാവും നോക്കുക. ആദ്യം എന്താണ് കൂടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മേ ബി ആ കുട്ടിക്ക് എന്താവാം, ഈ ഒരു നമ്മളൊരു ആക്ടിവിറ്റി കൊടുത്തു എന്ന് വിചാരിക്കാം. ആ ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം ആ കുട്ടിക്ക് മുൻപേ അറിയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആദ്യം നല്ല സ്പീഡിൽ ഇങ്ങോട്ട് പോകില്ല. അപ്പോൾ അറിയാവുന്ന കാര്യം നമ്മൾ വേഗം ചെയ്യും. അതിനുശേഷം എന്താവും, പിന്നീട് എന്താവും, ആൾ ഡൗൺ ആവും അല്ലേ. സോ അതാണ്. അപ്പോൾ പ്രവർത്തനം ലളിതമാവുകയോ പഠിതാവിന് സമാനമായിട്ടുള്ള പ്രവർത്തനം മുൻ പരിശീലനം കിട്ടിയിട്ടുണ്ടാവുകയോ ചെയ്യുന്ന സമയത്താണ് ആദ്യം നല്ലൊരു സ്പീഡ്. അത് നമ്മൾ പ്രാരംഭഘട്ടത്തിൽ, അതായത് തുടക്കത്തിൽ പഠനം ത്വരിതഗതി, തുടക്കത്തിൽ നല്ല സ്പീഡിലും പുരോഗതി കാണിക്കും. അതിനുശേഷം എന്താണ് ക്രമേണ കുറഞ്ഞു വരുന്നൊരു രീതിയാണ് അല്ലേ. അപ്പോൾ അതാണ് ഈ നെഗറ്റീവ്ലി ആക്സിലേറ്റഡ് കർവ്. അപ്പോൾ അതിനുള്ള റീസണായിട്ട് പറയുന്നത്, അപ്പോൾ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് കുറച്ച് സിമ്പിളായിട്ട്, അതായത് ആദ്യം ലളിതമാവുകയോ അല്ലെങ്കിൽ പഠിതാവിന് സമാനമായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് മുൻ പരിശീലനം കിട്ടിയിട്ടുണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് ആദ്യം കൂടി പിന്നെ ഒരു കുറഞ്ഞ് എന്നിങ്ങനെ ഈ ഒരു ഫോമിലുള്ള ഒരു കർവ് വരുന്നത് കേട്ടോ. ഒരു ഐഡിയ മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് നദമധ്യവക്രം അല്ലെങ്കിൽ പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് തിരിച്ചൊരു ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് പറയാം. ആദ്യഘട്ടങ്ങൾ എന്താണ്, പഠന പുരോഗതി മന്ദമായിരിക്കുകയും ക്രമേണ വർദ്ധിക്കുകയും ചെയ്തത്. ദാറ്റ് മീൻസ് നമ്മൾ മുമ്പ് പറഞ്ഞു ആദ്യം കൂടി പിന്നെ കുറഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്, ആദ്യം ഇവിടെ കുറഞ്ഞു പിന്നെ കൂടി എന്ന രീതിയാണ് കേട്ടോ. ആദ്യം കുറയുന്നു പിന്നെ ഇവിടെ ഈ ഒരു ഗ്രാഫ് നോക്കി ആദ്യം എന്താണ് കുറഞ്ഞു വന്ന് പിന്നെ അങ്ങോട്ട് കൂടുകയാണല്ലേ. അപ്പോൾ എന്തായിരിക്കും അതിന് കാരണം, ആദ്യം കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് കുട്ടിക്ക് ആദ്യം കാര്യമായിട്ടൊന്നും അറിയില്ലായിരിക്കും. അതിനെ നമുക്ക് പറയാൻ പറ്റും പ്രവർത്തനം പ്രയാസകരമായിരിക്കുകയോ അല്ലെങ്കിൽ സമാന പ്രവർത്തനങ്ങളിൽ നേരത്തെ ഒട്ടും പരിചയം ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് ഇത്തരം കർവ് ഉണ്ടാവുക. അപ്പോൾ ഓർക്കുക, അപ്പോൾ ഇങ്ങനെ ആദ്യം ഒന്ന് കുറഞ്ഞ് പിന്നെ അങ്ങോട്ട് കൂടുന്നൊരു രീതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആദ്യം കുറയാൻ നമുക്ക് ഒരു പ്രീവിയസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ ആദ്യം ഒന്ന് സ്പീഡായിട്ട് കയറാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താണ്, അത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്തായിരിക്കും ആദ്യം കുറച്ച് സ്ലോ ആയിട്ടും പിന്നെ അതിനുശേഷം കാര്യങ്ങളൊക്കെ പിടികിട്ടിയപ്പോൾ ആൾ ഉഷാറായിട്ട് പോയെന്ന് വിചാരിക്കണം. സോ പ്രവർത്തനം പ്രയാസകരമായിരിക്കുകയോ അല്ലെങ്കിൽ സമാന പ്രവർത്തനങ്ങൾ നേരത്തെ ഒട്ടും പരിചയം ലഭിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു ലേണിംഗ് കർവ് വരുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇതാണ് പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ്. അത് ആദ്യം എന്താണ് കുറഞ്ഞ് പിന്നെ അങ്ങോട്ട് കൂടിപ്പോകുന്നൊരു രീതിയാണ് കേട്ടോ. ഇനി അടുത്തത് സമ്മിശ്രവക്രം. ഈ പറഞ്ഞ രണ്ടിൻ്റെയും മിക്സഡ് കർവ് എന്നാണ് നമ്മളിത് ഇംഗ്ലീഷിൽ പറയുക. ഇത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ പഠനം മന്ദഗതിയിൽ തുടങ്ങി പെട്ടെന്ന് പുരോഗമിച്ച് വീണ്ടും മന്ദഗതി. ദാറ്റ് മീൻസ് ആദ്യം എന്ത് ചെയ്യുന്നു, ആദ്യം ഒന്ന് സ്ലോ ആയിട്ട് പോകുന്നു, ദെൻ അതിനുശേഷം കാര്യങ്ങളൊക്കെ പിടിയിട്ട് പോകുന്ന സ്പീഡായി പിന്നെ അതിനുശേഷം പഴയൊരു സ്റ്റേറ്റിലൊക്കെ വരുവാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും, സമ്മിശ്രവക്രം അല്ലെങ്കിൽ മിക്സഡ് കർവ് എന്ന് പറയും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്താവുന്നു, സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് സ്ലോ ആയിട്ട് പിന്നെ അതിന് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് സ്ലോ ആയി പിന്നെ അങ്ങനെ പിടിയിട്ട് പിന്നെ അതുപോലെ കുറയുന്നൊരു രീതി കേട്ടോ. അപ്പോൾ നോക്കൂ, സാധാരണഗതിയിൽ പഠനം മന്ദഗതിയിൽ തുടങ്ങി, ദാറ്റ് മീൻസ് ഒന്ന് സ്ലോ ആയിട്ട് തുടങ്ങി പെട്ടെന്ന് എന്താണ് പുരോഗമിക്കാം, ദാറ്റ് മീൻസ് അവിടെ കൂടുക, സ്പീഡായിട്ട് പോകുന്നു പിന്നെ വീണ്ടും അതുപോലെ വരുന്നൊരു രീതിയാണ് നമ്മൾ എന്തെന്ന് പറയാം. അപ്പോൾ ഏതാണ് നമുക്കറിയാം, ഇതിൻ്റെ ഷേപ്പ് എന്താണ്, എസ് ഷേപ്പ്. അപ്പോൾ എസ് ഷേപ്പ് കർവ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെന്തെന്ന് പറയാം, നമുക്ക് സമ്മിശ്രവക്രം എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിന് ഉന്മത്ത നദമത്ത വക്രം, ദാറ്റ് മീൻസ് രണ്ടിൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഉന്മത്ത നദമത്ത വക്രം എന്നോ അല്ലെങ്കിൽ സമ്മിശ്ര വക്രം എന്നോ നമുക്ക് പറയാൻ പറ്റും. ഇത് എസ് ഷേപ്ഡ് കർവ് ആണ് കേട്ടോ. എസ് ഷേപ്ഡ് കർവ് എന്ന് പറയുമ്പോൾ നോക്കുക, അപ്പോൾ സാധാരണഗതിയിൽ പഠനം മന്ദഗതിയിൽ തുടങ്ങി പെട്ടെന്ന് പുരോഗമിച്ച് വീണ്ടും അതേ ഒരു മന്ദഗതിയിലേക്ക് പോവുകയാണെങ്കിൽ പഴയതുപോലെ ആവുകയാണെങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറയും, മിക്സഡ് കർവ് അല്ലെങ്കിൽ എസ് ആകൃതിയിലുള്ള കർവ് എന്ന് പറയും. സോ ഇങ്ങനത്തെ ഒരു കർവ് തന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഇതിന് കൂടെ ഒരു സ്പട്ട് എന്ന് പറഞ്ഞ ടേമും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കും. നമുക്ക് ചില സമയത്ത് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കും അല്ലേ പഠനം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പൊതുവേ പഠന ത്വരണമുള്ള ഘട്ടങ്ങൾ ലേഖയിൽ ഏറ്റക്കുറച്ച്, ദാറ്റ് മീൻസ് കയറി ഇറങ്ങിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഏറ്റക്കുറച്ചുകളിലാണ് നമ്മൾ എന്ത് പറയുക, സ്പട്ട് എന്നാണ് പറയുക കേട്ടോ. ഇവർ ഏറ്റക്കുറച്ചുകളും കാരണമായിട്ട് പറയുന്നത് തളർച്ച, രോഗം, താല്പര്യത്തിലും അഭിപ്രേരണയും സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ ഒരു പ്രതിഭാസത്തിന് പിന്നിൽ കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്പട്ട് എന്ന് പറയുമ്പോൾ ഏറ്റക്കുറച്ചിലുള്ള ആ ഒരു കാലത്തെ നമ്മൾ എന്ത് പറയുക, സ്പട്ട് എന്ന് പറയുക കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ആ ടേം ഒന്ന് ഓർത്താൽ മതി. ദെൻ ലേണിംഗ് പ്ലാറ്റോ, ആ ഒരു ടേം ഒന്ന് ഓർത്ത് വെച്ചേക്കുക.
അപ്പോൾ നമ്മളിവിടെ ഓരോരോ കൊടുക്കുന്ന സമയത്തും എന്തായാലും മാറ്റങ്ങൾ പഠനത്തിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, എത്ര കൂടുതൽ പരിശീലനം നൽകിയാലും പുരോഗതി കാണാത്ത ചില സന്ദർഭങ്ങളുണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പഠനത്തിലെ പീഠസ്ഥലി അല്ലെങ്കിൽ പ്ലാറ്റു എന്ന് പറയുന്നത്. സോ ഓർക്കുക, നമ്മൾ എത്ര പരിശീലനം നൽകിയാലും പുരോഗതി കാണാത്ത ചില സന്ദർഭങ്ങളുണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലാറ്റു അല്ലെങ്കിൽ പഠനത്തിലെ പീഠസ്ഥലി എന്ന് പറയുന്നത്. ഓക്കെ, പഠന പീഠസ്ഥലി, ലേണിംഗ് പ്ലാറ്റു. ഒന്നും കൂടി ഡെഫിനിഷൻ പറയാം. ഇവിടെ നോക്കൂ, ഇവിടെ ആദ്യം കൂടി പിന്നെ അതിനുശേഷം ഒരു സ്റ്റേജിന് ശേഷം എന്താണ്, ഒരു മാറ്റവും ഇല്ല, അങ്ങനെ സ്റ്റേബിളായിട്ട് പോകുന്നു. അതിനുശേഷം പിന്നെ ഒരു മാറ്റം വരും. ദെൻ അതിനുശേഷം പിന്നെ എന്താവുന്നുണ്ട്, ഒരു മാറ്റം. എത്ര കൊടുത്തും എത്ര പരിശീലനം കൊടുത്തും ഒരു മാറ്റവും ഇല്ലാതെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, P1 P2 എന്നിവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ എത്ര കൂടുതൽ പരിശീലനം നൽകിയാലും പുരോഗതി കാണാത്ത ചില സന്ദർഭങ്ങളുണ്ടാവും. ഇതിനെയാണ് നമ്മൾ പഠനത്തിലെ പീഠസ്ഥലി അല്ലെങ്കിൽ ലേണിംഗ് പ്ലാറ്റു എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ P1 P2 രണ്ടെണ്ണം കാണിക്കുന്നത് എന്താണ്, ഇവിടെ ലേണിംഗ്. ഇവിടെ ആദ്യമൊക്കെ നോക്കുക 0 to ഇവിടെ ഈ ഒരു ടൈം വരെ അല്ലേ, ഇതുവരെ ആദ്യം ഇങ്ങനെ കൂടിപ്പോയി എന്ന രീതി കാണിക്കും. ദെൻ ഇവിടെ നോക്കൂ, ഇവിടെ എത്ര പ്രാക്ടീസ് കൊടുത്തും ഒരു മാറ്റമില്ല. P1 അതെന്താണ്, അത് പ്ലാറ്റു ആണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, പീഠസ്ഥലിയാണെന്ന് പറയാം. ദെൻ അതിനുശേഷം എന്താണ്, മാറ്റങ്ങൾ വരും. ദെൻ അതിനുശേഷം പിന്നെ എത്ര പ്രാക്ടീസ് കൊടുത്തും ഇവിടെ ഇല്ല. സോ ഇവിടെ ഈ ഒരു ഗ്രാഫിൽ എന്താ, 2 പ്ലാറ്റു കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ. അപ്പോൾ നോക്കുക, ഇവിടെ എക്സ് ആക്സിസിൽ എന്താണ്, വൈ ആക്സിസിൽ എന്താണ്, ഇവിടെ ഒറിജിൻ ആണ്. അപ്പോൾ ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താ കൊടുത്ത്, യൂണിറ്റ് ഓഫ് ടൈം ആണ്, ഇവിടെ എമൗണ്ട് ഓഫ് ലേണിംഗ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ലേണിംഗ് പ്ലാറ്റു എന്ന ഒരു ഐഡിയ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയും നിങ്ങൾ ഗ്രാഫിക്കലി നിങ്ങൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും ആ ഒരു ഐഡിയ അതിങ്ങനെ വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും, എവിടെയാകുമ്പോൾ കുറയുമ്പോൾ കൂടുന്നു, ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എന്തുകൊണ്ട് കുറയുന്നു, എന്തുകൊണ്ട് കൂടെ ഗ്രാഫിലെ മാറ്റം വരാൻ അങ്ങനത്തെയൊക്കെയാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് കേട്ടോ. സോ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു ഐഡിയ മനസ്സിലാക്കി നിങ്ങൾ കിട്ടാവുന്നതുള്ള ഗ്രാഫ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടാവുന്നുള്ളൂ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം ഇതും നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ എക്സാമിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇന്ന് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക്